പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന് ശിലയിട്ടു. NHM പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,43 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം ആരംഭിക്കുന്നത്. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ 8.5 വർഷം കൊണ്ട് വലിയ മാറ്റം അടൂരുണ്ടായിട്ടുണ്ട്. അടൂര് നമ്മൾ നോക്കിയാൽ ഒരു ഫുഡ് ഹബ്ബായിട്ട് രാത്രി നമ്മൾ കണ്ടാൽ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അവിടെ ആളുകൾ എത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ നിലയിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെട്ടു. ആ നിലയിൽ മാറ്റങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടായി. സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ കോടിക്കണക്കിന് രൂപ റോഡുകൾക്ക്, പാലങ്ങൾക്ക്, സ്കൂളുകൾക്ക്, ആശുപത്രികൾക്കൊക്കെ നൽകിയാണ് ഇത് സാധ്യമാക്കിയത്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയതിനു ശേഷം അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ബഹുമാനപ്പെട്ട മന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത് നിയമസഭാംഗം എന്നുള്ള നിലയിൽ ഈ മണ്ഡലത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രിയോട് സൂചിപ്പിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത 2 കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് പണം അനുവദിച്ചത്. ഒന്ന് പള്ളിക്കലും, ഒന്ന് ചന്ദ്രപ്പള്ളി കൊടുക്കണം. NHM പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,43 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മക്കുറുപ്പ് സ്വാഗതം പറഞ്ഞു. ആരോഗ്യ കേരളം പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ L. അനിതാകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആന്റണി MP മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ, പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. മനു, PB ഹർഷകുമാർ, തോപ്പിൽ മുരുകൻ, T. മുരുകേഷ്, അഡ്വക്കേറ്റ് VA സൂരജ്, AP സന്തോഷ്, PB ബാബു, ആര്യ വിജയൻ, KG ജഗദീശൻ, സിന്ധു ജെയിംസ്, ഷീന റജി, S. ശ്രീകുമാർ, അംജിത് രാജീവൻ, രഞ്ജിനി കൃഷ്ണകുമാർ, R. സുപ്രഭ, G. പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി.